ഞങ്ങളുടെ ഫ്ലാറ്റിലെ ലിവിങ് റൂം ഞാൻ ഈയിടെയായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ലിവിങ് റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്കാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ ലിവിങ് റൂമിൻ്റെ ഒരു ടൂറാണ് കാണിക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം ജീസസിൻ്റെ പിക്ചറാണ് വെച്ചിരിക്കുന്നത്. ഈ പിക്ചർ ഹെഡ്ലൈറ്റ് കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ LGയുടെ 65 ഇഞ്ചസിൻ്റെ TV ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ലെതറിൻ്റെ 5 സീറ്റഡ് സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ സെറ്റിന് മാച്ച് ചെയ്യുന്നൊരു ടീപ്പോയും അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പ്ലാന്റുമാണ് കൊടുത്തേക്കുന്നത്. 2 സോഫയുടെയും ഇടയിലായിട്ട് ഒരു സൈഡ് ടേബിളുണ്ട്. റെഡ് കളറിലുള്ള ഒരു പോട്ടിൽ ഒരു CC പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. സൈഡ് ടേബിളിൻ്റെ പുറകിലായിട്ട് ഒരു വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ പഴയ വീടുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ക്ലോക്കാണ്. നമ്മൾ ദുബായ് ലുലുന്ന് വാങ്ങിയ ക്ലോക്കാണിത്. TV ഏരിയയിൽ ഒരു സൈഡ് ഒരു അരേക്ക പാമും മറ്റേ സൈഡ് ഒരു ഗോൾഡൻ പോത്തോസും വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ മറ്റേ സൈഡിലാണ് ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു 6 സീറ്റഡ് ഡൈനിങ് ടേബിളാണ്. അതിന് മുകളിൽ ഒരു ചെറിയ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ മറ്റേ സൈഡിലായി ഒരു വലിയ പോട്ടിൽ ഒരു ചൈന ഡോളാണ് വെച്ചിരിക്കുന്നത്. ഇത് വാഷ് ബേസിൻ ഏരിയയാണ്. വാഷ് ബേസിൻ ഏരിയയുടെ സൈഡിലായിട്ട് ഒരു ഷോ വാൾ ചെയ്തിട്ടുണ്ട്. ഈ ഷോ വാളിൽ ഗ്ലാസിൻ്റെ ഡെക്കറേഷൻ ഐറ്റം വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പോട്ടിൽ മോൺസ്റ്റെറ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ക്രോക്കറി കം ക്യൂരിയോസ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫാണ്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ക്രോക്കറീസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് പ്രധാനപ്പെട്ട മോളുടെയും മോൻ്റെയൊക്കെ ഫോട്ടോസും അതുപോലെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫീസും എല്ലാമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിങ് റൂമിൻ്റെ പുറത്തായിട്ട് 2 ബാൽക്കണികളുണ്ട്. ഇത് പുറത്തെ ചെറിയ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. ചെറിയ ബാൽക്കണിയിൽ ഒരു റബ്ബർ പ്ലാന്റും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു അരേക്ക പാമുമാണ് വെച്ചിരിക്കുന്നത്. ക്രോക്കറി ഷെൽഫിൻ്റെ കോർണറിലായിട്ട് ഒരു ഫൈബർ പോട്ടിൽ ഒരു ചൈന ഡോൾ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ചൈന ഡോൾ നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. 2 ക്രോക്കറി ഷെൽഫിൻ്റെയും കൂടെ മിഡിലായിട്ടാണ് ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴത്തെ ഭാഗത്തായിട്ടാണ് ബൈബിൾ വെച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ അടുത്ത് തന്നെ ഒരു നിലവിളക്കുണ്ട്. തൊട്ടടുത്ത് ഒരു സിറാമിക് പോട്ടിൽ ഒരു ഫിഡിൽ ലീഫ് പ്ലാന്റും അറേഞ്ച്. ഈ ഇടതുവശത്തായിട്ട് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു വലിയ ചെടിയുണ്ട്. ഇത് ലിവിംഗ് റൂമിൻ്റെ മറ്റേ സൈഡിലുള്ള വലിയ ബാൽക്കണിയുടെ ഒരു ഓവറോൾ വ്യൂ ആണ്. ധാരാളം ചെടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങളുടെ ഈ ലിവിംഗ് റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.